മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും എക്സാലോജിക്കിനും കടുത്ത തിരിച്ചടി. SFIO അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജി കർണാടക ഹൈക്കോടതി തള്ളി. അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള നീക്കം പൊളിഞ്ഞെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഏത് കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്നാലും കേരളത്തിൽ വിലപ്പോകില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. തിങ്കളാഴ്ച വാദം പൂർത്തിയാക്കിയ കേസിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ജസ്റ്റിസ് M നാഗപ്രസന്ന വിധി പറഞ്ഞത്. SFIOയുടെ വാദങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചാണ് ഹൈക്കോടതി വിധി. പൂർണ്ണമായ വിധിപ്പകർപ്പ് നാളെ ഹൈക്കോടതി സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഹർജി തള്ളുന്നുവെന്ന ഒറ്റവരി വിധിക്കപ്പുറം മറ്റ് നിർദ്ദേശങ്ങളുണ്ടോ എന്ന് നാളെ അറിയാം. എക്സാലോജിക്കിനെതിരായ അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള നീക്കം പൊളിഞ്ഞെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. നിയമപരമായി അന്വേഷണം തടസ്സപ്പെടുത്താനാണ് ശ്രമിച്ചതെന്നും VD സതീശൻ പറഞ്ഞു. SFIOയുടെ അന്വേഷണത്തിന് എന്തിനാണ് 8 മാസത്തെ കാലപരിധിയെന്നും VD സതീശൻ ചോദിച്ചു. സ്വർണ്ണക്കടത്ത് കേസിലും കരുവന്നൂർ കേസിലും സംഭവിച്ചത് തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് 2 കൈകളും ശുദ്ധമാണെന്നാണ്. പിന്നെ പറഞ്ഞു മടിയിൽ കനമില്ലെന്ന്, പിന്നെ അന്വേഷണത്തെ ഭയമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് KSIDCയെ കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പണം മുടക്കി ഡൽഹിയിൽ നിന്ന് അഭിഭാഷകനെ കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. അദ്ദേഹത്തിന്റെ മകൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയി. ഇത് രണ്ടും പോയത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. കേസിൽ മറുപടി പറയേണ്ട കാര്യമില്ലെന്നും അതൊക്കെ കമ്പനി നോക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പിണറായിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂവെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. അതിന് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. അത് അവർ കേസ് അതുപോലെ കമ്പനി കൈകാര്യം ചെയ്തോളൂ. ഇല്ല, അത് പിണറായിയായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ. വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം നിയമ നടപടികളുമായി എക്സാലോജിക്ക് മുന്നോട്ട് പോയേക്കും. വളരെ വേഗത്തിൽ എക്സാലോജിക്കിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയാവും SFIO ചെയ്യുക. എക്സാലോജിക്കിനും വീണ വിജയനും കനത്ത തിരിച്ചടിയാണ് ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ വിധി. തുടർ നടപടികളുമായി എക്സാലോജിക് മുൻപോട്ട് പോകുമ്പോൾ എത്രയും വേഗം എക്സാലോജിക്കിലേക്ക് എത്താനാണ് SFIOയുടെ ശ്രമം. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ബംഗളൂരുവിൽ നിന്ന് മനേഷ് മൂർത്തി, 24. മനേഷ് മൂർത്തി തത്സമയം ചേരുന്നുണ്ട്. മനേഷ്, ഒരേ നിയമപ്രകാരം തന്നെ വിവിധ വകുപ്പുകളിലുള്ള അന്വേഷണം സാധ്യമല്ല എന്നത് ചൂണ്ടിക്കാട്ടിയുള്ള വാദമായിരുന്നു വീണയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്ന മറുവാദം അത് കഴിഞ്ഞ ദിവസം കോടതിയിൽ വിശദമായ വാദം നടക്കുമ്പോൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അത് കോടതി മുഖവിലക്കെടുത്തിട്ടുണ്ട്. വളരെ ഗൗരവത്തിലുള്ള ഒന്നാണല്ലോ ഈ ഇടക്കാല ഉത്തരവ്. ആ തരത്തിൽ അനുജ, തിങ്കളാഴ്ച ഈ വാദം പൂർത്തിയാക്കുമ്പോൾ എക്സാലോജിക്കിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം 2 വകുപ്പുകൾ, അതായത് 210 പ്രകാരം ആണ് ഈ പറഞ്ഞ രീതിയിൽ രജിസ്ട്രാറുടെ അന്വേഷണം നടന്നത്. അത് പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. അതേ സാഹചര്യത്തിലാണ് SFIOയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് വരുന്നത് എന്ന കാര്യം പറയുന്നു. മാത്രമല്ല 212 എന്ന് പറയുന്ന വകുപ്പ് അത് വലിയ തോതിൽ ഈ പറഞ്ഞ UAPA പോലുള്ള വകുപ്പാണ്. അത്തരത്തിൽ വളരെ ഈ പറഞ്ഞ 1,76,00,000 രൂപയുടെ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള വലിയ വകുപ്പുകളെല്ലാം ചുമത്തിയുള്ള അന്വേഷണം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല, നിയമവിരുദ്ധമാണ് എന്നായിരുന്നു പ്രധാനമായും എക്സാലോജിക്ക് വാദിച്ചിരുന്ന കാര്യം. എന്നാൽ അതിനെയെല്ലാം തള്ളുന്ന തരത്തിലായിരുന്നു SFIOയുടെ ഒരു വാദഗതി ഉണ്ടായിരുന്നത്. അതിൽ പറഞ്ഞത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ 135 കോടി രൂപയുടെ ഇടപാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് CMRൽ 135 കോടി രൂപ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിരിക്കുന്നു. മാത്രമല്ല ഒരു സേവനവും നൽകാതെയാണ് എക്സാലോജിക്ക് ഈ പറഞ്ഞ രീതിയിൽ പണം കൈപ്പറ്റിയിരിക്കുന്നത്. 1,76,00,000 രൂപ കൈപ്പറ്റിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ SFIO എന്തായാലും കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഈ SFIOയുടെ എല്ലാ വാദങ്ങളും കൃത്യമായി തന്നെ കോടതി നിരീക്ഷിച്ചു. ആ നിലയ്ക്ക് ഇനി SFIO നടത്താൻ പോകുന്ന തുടരന്വേഷണം എങ്ങനെയാകും എന്നുള്ളതാണ് വളരെ നിർണായകമാകാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.